നിലവിൽ ബി.ജെ.പിക്ക് അങ്ങനെ കടന്നു കയറാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് ബംഗാൾ. മമതാ ബാനർജിയിലൂടെ തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം അതാണ് ബംഗാൾ. ഒരു കാലത്ത് ഇടതുപക്ഷം അങ്ങനെ അടക്കി ഭരിച്ചിരുന്ന ബംഗാളിനെ ഉള്ളംകൈയിലേക്ക് പിടിച്ചെടുത്തത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു, അല്ലെങ്കിൽ മമതാ ബാനർജി ആയിരുന്നു എന്ന് വേണം പറയാൻ. അവിടെ ബി.ജെ.പി കഴിയുന്നത്ര മുന്നേറ്റം നടത്തുവാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിരുന്നത്. ബി.ജെ.പി മോശമല്ലാത്ത രീതിയിലൊരു മുന്നേറ്റം ബംഗാളിൽ നടത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കേരളത്തിലുള്ളതുപോലെ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ബംഗാളിൽ ബി.ജെ.പി നടത്തുമ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പിടിച്ചെടുത്ത ബി.ജെ.പിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ബംഗാളിൽ നടത്തുവാൻ സാധിക്കുന്നില്ല. കേരളത്തിലേതുപോലെ കേരളത്തിലുള്ളതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം ബംഗാളിൽ ഇല്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ്. അതിനിടയിലാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ബംഗാളിലേക്ക് കഴിയുന്നത്ര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അധികാരത്തിലേറുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ബി.ജെ.പിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന, അതായത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ബി.ജെ.പി ഓരോ കരുനീക്കങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നടത്തുന്ന സാഹചര്യത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചടി ഇപ്പോൾ ബി.ജെ.പിക്ക് നൽകിയിട്ടുള്ളത്. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ബലമായിരുന്ന ഒരു കരുവിനെ വെട്ടിനിരത്തി ശക്തമായൊരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അടുത്ത വർഷം ബംഗാളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിക്കും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും വലിയ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. സുവേന്ദുവിൻ്റെ അടുത്ത അനുയായിയായ തപസി മണ്ഡൽ ബി.ജെ.പി വിട്ട് TMCയിൽ ചേർന്നു, അതായത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. കിഴക്കൻ മേദിനിപൂരിലെ ഹാൽദിയ സിറ്റിയിൽ നിന്നുള്ള MLA ആണ് തപസി മണ്ഡൽ ബി.ജെ.പി വിടുന്നതോടെ ഹാൽദിയ സീറ്റിൽ ബി.ജെ.പിയുടെ സ്വാധീനം ദുർബലമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കിഴക്കൻ മേദിനിപൂർ ജില്ലയിലെ പ്രധാന വ്യവസായ കേന്ദ്രമാണ് ഹാൽദിയ. ഈ പ്രദേശം സുവേന്ദു അധികാരിയുടെ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. അതായത് സുവേന്ദു ആ മണ്ഡലം വിടുകയാണെങ്കിൽ ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് പൂർണ്ണമായി ആ മണ്ഡലത്തിലെ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന് തന്നെ കണക്കാക്കണം. കാരണം അത് ബി.ജെ.പിക്ക് ശക്തി കേന്ദ്രമായി മാറിയ മണ്ഡലമല്ല, സുവേന്ദുവിൻ്റെ ഏറ്റവും ശക്തിയാർന്ന മണ്ഡലമാണ്. ഈസ്റ്റ് മേദിനിപൂർ മേഖലയിൽ 16 സീറ്റുകളുണ്ട്. ഇതിൽ 7 സീറ്റുകൾ ബി.ജെ.പിയും 9 സീറ്റുകൾ TMCയും 2021 നേടിയിരുന്നതാണ്. സുവേന്ദു അധികാരിയുടെ നന്ദിഗ്രാം സീറ്റ് ഇതിന് കീഴിലാണ് വരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിൽ 2 പാർലമെന്ററി സീറ്റുകൾ ബി.ജെ.പി നേടി. 15 നിയമസഭാ സീറ്റുകളിൽ മുന്നിലായിരുന്നു. തപ്സി മണ്ഡൽ പാർട്ടിയിൽ ചേരുന്നതോടെ TMC ഇവിടെ കൂടുതൽ ശക്തമാകുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃണമൂലിൽ ചേരുന്ന ആദ്യത്തെ ബി.ജെ.പി MLA അല്ല തപ്സി മണ്ഡൽ. പശ്ചിമ ബംഗാളിലെ 294 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന 2021 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 77 സീറ്റുകൾ നേടി. അതിനുശേഷം അവരുടെ 12 MLA പാർട്ടി മാറി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ബാരക്പൂരിൽ നിന്നുള്ള അർജുൻ സിംഗ് ബി.ജെ.പിയിലേക്ക് മടങ്ങിയെങ്കിലും മറ്റ് 2 ബി.ജെ.പി MPമാർ തൃണമൂലിൽ ചേർന്നിരുന്നു. 2016 കോൺഗ്രസ് പിന്തുണയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയായി തപസി മണ്ഡൽ ഹൽദിയ സീറ്റിൽ നിന്ന് വിജയിച്ചിരുന്നു. അതായത് പാർട്ടിയേക്കാൾ വലിയ സ്വാധീനം തപസി മണ്ഡലിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം പോയാൽ ആ മണ്ഡലം തൃണമൂൽ കോൺഗ്രസിന് ലഭിക്കും. ബി.ജെ.പിയോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ബി.ജെ.പിക്ക് ലഭിക്കും. ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും കുടുംബപരമായും ജനപിന്തുണാപരമായും ശക്തി ആർജിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ വിജയസാധ്യതയും വിജയപ്രതീക്ഷയും മുന്നേറ്റവും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് കാണുക തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്. എന്തായാലും ബി.ജെ.പിക്ക് ഏറ്റ ഈ വലിയ തിരിച്ചടിക്ക് എന്ത് മറുപടിയാണ് ബി.ജെ.പി നൽകുവാൻ പോകുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. കേരളം പോലെ വലിയ മുന്നേറ്റത്തിന് കാത്തിരിക്കുന്ന ബി.ജെ.പിയെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ ബംഗാളിൽ മുന്നേറ്റത്തിന് കാത്തിരിക്കുമ്പോൾ അത് തിരിച്ചടിയായി മാറുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരെ ഏതൊക്കെ തരത്തിൽ അത് ബാധിക്കുമെന്നുള്ളതും തെരഞ്ഞെടുപ്പിലൂടെ കണ്ടറിയേണ്ടത് തന്നെയാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.